என்ன சிஸ்டர் ப்ராப்ளம்ங்க? ഈ കുട്ടിയുടെ ബാഗ് ആരാണ്ട് മോഷ്ടിച്ചു. அப்படியா? நான் இங்க இருக்கும்போது அந்த மாதிரி ഒരു തിരണൻ யார்? ഞാനും കണ്ടതാണ് സാർ. ഞാൻ ഈ സിസ്റ്ററോട് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഏതോ ബറാബാസ് ആ പെട്ടി കൈക്കലാക്കി. സാർ அந்த பச்சை பெட்டி பொக்கி பாருங்க, அப்ப விஷயம் தெரியும். சார் அந்த பெட்டி இந்த பெட்டிக்குள்ள இருக்கு. என்னது என்னது? இந்த ட்ரிக் பாருங்க சார். സാർ അടിയില്ലാത്ത പെട്ടിയുമായി പെട്ടികൾ അടിക്കാൻ നടക്കുന്ന ഇവൻ അടി കൊടുക്കണം സാർ. ഞാൻ അറിയാണ്ട് പെട്ടി വന്നോ. ഞാൻ കണ്ട സിഐ ലിങ്കോ. അയ്യോ കണ്ണും ചെവിയും പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ, ഇത് പള്ളിയല്ല പോലീസ് സ്റ്റേഷനാ. തെറ്റിദ്ധരിക്കണ്ട, സിഐ സാറ് പേര് പറഞ്ഞതാ. കോട്ടവാസൽ മഹാലിംഗം എന്നാണ് പേര്. പാലക്കാട്ടുകാരനാ. ആമാ ആമാ, ഇപ്പൊ ഞാൻ തമിഴ്നാട്ടുകാരനാ. 2 പ്രാവശ്യം വീരപ്പനെ പിടിക്കാൻ കാട്ടിപ്പോയതാ. വീരപ്പൻ സാറിനെ കണ്ടത് മുങ്ങിക്കളഞ്ഞു. ഇനി ഇയാള് തന്നെയാണോ വീരപ്പൻ? കണ്ടിട്ടതുപോലുണ്ട്. ഓമ്പേരി റാസ്കൽ, പരിശുദ്ധമായ പിതാവിന്റെ ഉടുപ്പ് ഇട്ടോണ്ട് തിരുട്ട് വേല പണ്ടതാ. പേര് തോമസ് കൂട്ടത്തിൽ ചവിട്ടി. കൂട്ടത്തിൽ ചവിട്ടിയേ ഞാനൊന്ന് എന്ത് ആമേൻ. ഇവന്റെ ലൂരി ഞാനൊന്ന് ഉപ്പ് വെക്കും. അയാൾ ഇപ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടേക്കണം സാർ. നിങ്ങൾ പറയും പോലെ വിടാനും പിടിക്കാനും വേറെ ആളെ നോക്കണം. ആരുടെ പെട്ടിയാ ഇവൻ അടിച്ചു മാറ്റിയത്? എന്റെയാ. പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്ക്. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അപ്പുറത്ത് തന്നെ എയ്റ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്ത് പോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. സദ്ഗുണ സമ്പന്ന ഇങ്ങോട്ട് വന്നേ. ഇതുകൊണ്ടാണ് പോലീസുകാർക്ക് സാക്ഷികളെ കിട്ടാത്തത്. ഒരു പെരുങ്കള്ളനെ പിടിച്ച് കൈ തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ എനിക്കിട്ട് 2 പെരുക്കും പെരുക്കി ഈ ലോക്കപ്പിനകത്ത് തള്ളി. ഇതെവിടുത്തെ ന്യായമാണ് സാർ? അന്നി ആക്കായിട്ടല്ല, ഇടിയായിട്ടാ. ഇനിയും വേണോ? ഇതിനു മുമ്പ് തന്ന ടൈപ്പ് ആണെങ്കിൽ വേണ്ട. ഓക്കേ, പെട്ടിക്കുള്ള പെട്ടി വെച്ച തിരുട്ട് വേല നിനക്ക് ആര് പറഞ്ഞു തന്നു? ഹരിചന്ദ്രൻ മാതിരി ഒരു നല്ല മനിതൻ. ആനാ இந்த ഫ്രാഡ എനിക്ക് നല്ല തെരിയും. ഇവന്റെ താടി 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 പറയണോ? പഠിച്ചു കൊടുത്തോണ്ടിരുന്നവനാണ് സാർ ഞാൻ. അപ്പൊ നീ ബാർബറാ? ആമാ സാർ, ഞങ്ങൾ പരമ്പരയാ ബാർബറിയൻ ഫാമിലി. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പം മന്ത്രിയുടെ താടി വലിക്കുന്നവൻ പ്രധാനമന്ത്രിയാ? രണ്ടിനീ ജാമ്യമില്ലാതെ അവത്തിരുന്നതാ. കന്യാശ്രമയെയും കുട്ടികളെയും മാനിച്ച് ഇപ്പൊ വെറുതെ വിടുന്നു. ഇന്ന് നിന്റെ അന്ത്യ. എന്താടാ പോവാത്തെ? സാർ ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ വല്ലതും ഉണ്ട്. എന്റെ തലയെ കെട്ടിവെച്ചിട്ട് 2-3 ദിവസം എന്നെ ഈ ലാക്കപ്പിൽ തള്ളണം സാർ. ലോക്കപ്പിന് അപ്പാവയ്ക്കോ ഉള്ള തള്ളർക്ക്? എന്നാൽ എനിക്ക് സെക്യൂരിറ്റി തരൂ സാർ, അല്ലെങ്കിൽ തോക്കെങ്കിലും താ. ഉനക്ക് സെക്യൂരിറ്റിയാ? ഓടാ. സ്റ്റോപ്പ്. അപ്പോ இல்ல சார், உங்க மனசுல என்னமோ இருக்கு. മനസ്സിൽ ഇത് താനിരിക്കടാ. പോറേ. ഓ നല്ല കീച്ചാരൻ. കൊള്ളിയാനെ 2 പഞ്ചർ. ആണിപ്പഞ്ചറോ സൂചി പഞ്ചറോ? ആണിപ്പഞ്ചറോ? അതെന്താ? എടാ ആണിപ്പഞ്ചർ എന്ന് പറഞ്ഞാൽ 100 മില്ലി, സൂചി പഞ്ചർ എന്ന് പറഞ്ഞാൽ 50 മില്ലി. ആഹാ, എന്നൊരു സൂചി ആണിന്താ. ഓഹോ. വേഗം വീശിട്ട് പോ കൊള്ളിയാനെ. 2 ആണിപ്പഞ്ചർ. അയ്യോ, ആണി കൊള്ളണ്ട. സൊല്യൂഷൻ വേണ്ടേ? ആ, നാരങ്ങ മാങ്ങ 2 ഉണ്ട്. നാരങ്ങ മതി. ആ ചാൾസ് ചെറ്റ ഇതുവഴി എങ്ങാനും വന്നോ? ആര്? നമ്മുടെ പുതിയ കായകളെ കൊച്ചുണ്ണിയാ? ഇല്ലല്ലോ. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? എന്നെ പൂട്ടാനോ? അതിന് ഇത്തിക്കര പക്കി 2ാം ജന്മം ജനിക്കണം. ഈ കുടക്കനാലിൽ ഇനിയൊരു തിരടന് സ്ഥാനമില്ല.
അതിന് പറ്റിയ പണി ഞാൻ ഇന്ന് ഇറക്കി. പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. ദേ അവനിനി എന്നെ കണ്ടാ വിറയ്ക്കും. വിറയ്ക്കോ വിറപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഇനി പോലീസ് വേഷം കെട്ടാനേ എന്നെ കിട്ടത്തില്ല. നീ ഓടാ എഴുന്നേറ്റ്. പോലീസും പട്ടോളും ഈ ശോകരാജിന് ഗ്രാസാടാ. നീ ഒരു സൂര്യ വിടുന്ന അളവിൽ കുറച്ചാ കൊന്നുകളി നിന്ന്. ഇനി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നോക്ക്. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ടാ പിടിച്ച് 2 പൊത്ത് കൊത്തണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിനിറം എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ലാത്ത അശു. നീയോ? എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. എന്നാൽ ആ രക്തം ഞാൻ ഇന്ന് പുറത്തൊഴുക്കും ചേട്ടാ. അടയ്ക്കാതെ ഒഴുക്കനിയാ. പിച്ചക്കാരാ, ഞാനാണ് പാലാ പൗലോസ്. ഈ ലോകത്ത് മുതലാളിമാര് മാത്രം പോരാ, പിച്ചക്കാരും വേണം. ഈ പാലാ പൗലോസ് പിച്ചക്കാരെ എൻകറേജ് ചെയ്യുന്നവനാണ്. താങ്കളുടെ പോയി ചിക്കൻ 65 സ്കോച്ച് വിസ്കിയും കഴുകി. പൗലോസ് ഇനിയും തരും, എത്ര വേണമെങ്കിലും പോയിക്കോ. തലയ്ക്കും ഇത് ശൂന്യാകാശം, താഴെ മരുഭൂമി. ആരാ ഭൂമിയിലൊന്ന് വീണത്? മനുഷ്യപുത്രനാണ്. അനിയൻ രാവിലെ ഫിറ്റാ? സാറ് മലയാളിയാ? അല്ലടാ, കൊലയാളി. കൊലയാളി എന്നെ കൊല്ലല്ലേ? നീ എന്തിനാ രാവിലെ ഫിറ്റാ എന്നാ ചോദിച്ചത്? ഞാൻ ഫിറ്റ് അല്ല സാർ, ഗൈഡാ. ഗൈഡാ? ഈ വളഞ്ഞു തിരിഞ്ഞ കാലം വെച്ച് നീ എന്ത് ഗൈഡ്? എന്താ സാർ? അല്ല, നീ ഈ വടി എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റി? അതൊരു കഥയാണ്. ഈ വടി കയറ്റിയതാ? വടികേറ്റിയതല്ല, പിന്നെ എന്റെ ജീവിതം. അമ്മയും ഞാനും 4 സഹോദരിമാരും അടങ്ങുന്ന ഒരു ഒറ്റയാൻ കുടുംബമാണ് ഞങ്ങളുടേത്. സാറ് പോയാ? ഇവിടെ. ആ, സാറിനറിയോ, എന്റെ കുടുംബത്തിന്റെ തൂണ് ഞാനാണ്. അപ്പൊ നിന്റെ വീടിന് വേറെ തൂണൊന്നുമില്ലേ? അതല്ല, ആശ്രയം. ഒരു എഫിഷ്യന്റ് ഗൈഡായിരുന്ന ഞാൻ ചെക്കോസ്ലോവാക്കിന്ന് വന്ന ഒരു സാഹിബിനെ സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തോ? ചെയ്തില്ല സാർ. കൊക്കയിലേക്ക് കാല് തെറ്റി വീണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും കൊക്കയിലേക്ക് എടുത്ത് ചാടി. എന്റെ കയ്യിൽ നിന്ന് പോയനെ. എന്റെ അമ്മയുടെ ഭാഗ്യം, ഒരു ജപ്പാൻ ഓർക്കിഡ് മരത്തിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ എന്റെ കാല് തളർന്നു പോയി സാർ. ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി സാർ. അതെ സാർ, ഇന്നെന്റെ കുടുംബം പട്ടിണിയാണ് സാർ. ഞാൻ സാറിനോട് ഗൈഡായിട്ട് വരാം. എനിക്കൊരു 100 രൂപ തന്നാ മതി. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. തരില്ലേ സാർ? എന്റെ കുടുംബത്തെ രക്ഷിക്കില്ലേ സാർ? ഇല്ല, ഒരു 100 രൂപ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടില്ലടാ. നിന്റെ കാല് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട. എന്റെ കാല് ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. അതാരാടാ? ഡോക്ടർ രാമമൂർത്തി, ന്യൂറോ സർജൻ. ഭയങ്കര തിരക്കുള്ള ഡോക്ടറാ. രാവിലെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പോവും, വൈകിട്ട് തിരിച്ചു വരും. ഇടക്കിറങ്ങൂലേ? ഉച്ചയ്ക്കുണ്ടായി ലണ്ടനിൽ ഇറങ്ങും. അയാളുടെ കൺസൾട്ടിംഗ് ഫീസ് 25,000 രൂപയാണ്. അത്രയും തുക സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയില്ല സാർ. ഞാൻ സാറിന് സ്ഥലമൊക്കെ കാണിക്കാം. എനിക്കൊരു 100 രൂപ തന്നാ മതി സാർ. 25,000 രൂപ പൗലോസിന് പിള്ളേരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം വരാൻ സാറ് സിംഹാലം കുറഞ്ഞാ? അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. നീ നാളെ ഹോട്ടൽ ഹിൽവിലേക്ക് വാ. നിനക്ക് കാശ് ഞാൻ തരും. താങ്ക് യു സാർ. പൗലോസ് സാർ. ഓ സാർ. 25,000 രൂപ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാനോടാ. എനിത്തിങ് എൽസ് സാർ? എൽസിയാ? അല്ല സാർ, എന്തെങ്കിലും വേണോന്ന്. നീ ആരടാ? ഞാൻ പ്രഭു. അപ്പൊ ഞാൻ എന്താ പിച്ചക്കാരനാ? ഐ ആം ബിയർ പൗലോസ് ഫ്രം പാല. അണ്ടർസ്റ്റാൻഡ്? 5 ബോട്ടിൽ ബിയർ കൊണ്ടോ? പാഴ്സലാണോ സാർ? ആ, പാർസൽ അമേരിക്കയിലേക്ക് പോയ ബിയർ കൊണ്ടോടാ. ബേറേ? യെസ് സാർ. യെസ്, ഡോക്ടർ രാമമൂർത്തി ഹിയർ. യാ, ന്യൂറോ സർജൻ. മാനു സ്പീക്കിംഗ്. ഫ്രം വേർ? താൻ പേടിക്കണ്ട, അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ. ഡോണ്ട് വറി. അതെ, L1 ആൻഡ് L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 ആൻഡ് D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രഷറൈസേഷൻ കൊണ്ട് അല്പം ഞണങ്ങി പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ ട്യൂബ് ആയാലും മതി. ബൈപ്പാസ് സർജറി
എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? ഐ എം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അല്ല, പേഷ്യന്റിന്റെ വലത് കാല് മുറിച്ച് ഇടത് കാല് ഫിറ്റ് വലത് കാല് മരക്കാലാണല്ലേ. അതും ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത കേസാണ്. എക്സ്ക്യൂസ് മീ. ഡു നോട്ട് ഡിസ്റ്റർബ്. ഡോക്ടർ ഫെർണാണ്ടസ്, ഒരു കാര്യം ചെയ്യൂ, രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് വരാം. കത്തിയും കൂടെ റെഡിയാക്കി വെക്കൂ. Don't call me again. You know, medical science is not general science. It is sciences with all senseless, but sense is not the organ of everything, okay? തനിക്ക് എന്താ വേണ്ടത്? You see, I am a busy man. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. Coming from America, going to America. But India is my country. അതെ, കറക്റ്റ്. എനിക്കൊരു ഉപകാരം ചെയ്യണം. Come again another day. Yesterday, today, tomorrow. അതെ, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം. പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. I have no time. ഇപ്പൊ തന്നെ പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബീറടിച്ച് കളയുന്ന കാശേ ഉള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നുപോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അതിന് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാ. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മാൻജൈറ്റിസ് എന്നൊരു മെനഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാനം നിലനിർത്താനെങ്കിലും അവരെ രക്ഷിക്കണം. ഞാൻ വാക്കുകൊടുത്തു പോയി. ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇത് തന്നെ. ആ താരം കാണാനില്ല. ഹലോ മൈ ഡിയർ പൂർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന്. ഇതെന്താ വാളിൽ ചെറുതായ? ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ. നിന്റെ ഒരു കാലും കോലും ഇരിക്കടാ ബോയ്. താങ്ക് യു സർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൾക്കോ. ചാൾക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൾക്കോ അല്ല, ചാക്കോ. ചാക്കോ സഞ്ജു അതെന്തോ ആട്ടെ. ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ലേ സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാറ് 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്കിത് കൂടുതൽ ബാക്കി എന്താ സാർ? അതല്ലടോ, ഞാൻ അയാളെ കണ്ടു. ആരെ? ഡോക്ടർ രാമമൂർത്തിയെ. അതാരേ? താൻ ഇന്നലെ പറഞ്ഞ ന്യൂറോ സർജൻ ഇല്ലേ? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? നീ പറഞ്ഞതുപോലെ പ്രഗത്ഭൻ, മിടുക്കൻ. വെറുതെ അല്ല, സത്യം. നിന്നെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് അയാളുടെ കാല് പിടിക്കേണ്ടി വന്നു. വേണ്ടായിരുന്നു. നോ ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ. 113. 113. Come on, yeah. Oh yeah. 113. Yes, come in. ഇവന്റെ 2 കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. I see. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ. ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? Hey, don't play jokes. എനിക്ക് അയാളെ ചികിത്സിക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. Please come to the mood out. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം. അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാം. കേറിയിരിക്കേ. എടോ, ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ
കിടക്ക്. കിടന്നു. ഓർക്കട്ടെ. എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമൂർത്തി ചികിത്സിക്കണു. സാർ എനിക്ക് 20,000 രൂപ തരുന്നു. പക്ഷെ ദേ ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ. അമ്മേ, ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? എന്നാ ഇതുകൊണ്ടൊന്ന് നോക്കാം. അയ്യോ, വേണ്ട, വേണ്ട, ഞാൻ തരാം. അതെ അതെ, അവന്റെ കാല് ശരിയായി. കാശെട് കാശെട്, പണമിട് പണമിട്. 20,000 രൂപ. ഞാൻ കാശെടുത്തിട്ട്. പോയി എടുത്തോണ്ട് വാ. എടാ പാട്ടി, സാർ, നോ, ഐ എം ഡോക്ടർ രാമമൂർത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കാല് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നാണ്. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതാ. പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കൊടൈക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടും തികച്ചും അപ്രതീക്ഷിതമാണ് സാർ. എവിടെ മുങ്ങിയാലും നിന്നെ പൊക്കുവെന്ന് അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. ഡോക്ടർ രാമമൂർത്തി, ഐ ആം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഹെൻറി. കൺട്രി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. പൗലോച്ചന്റെ മുന്നിൽ നീ കാല് തളർന്നവനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ആ കാറിനകത്തുണ്ടായിരുന്നു. എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്തിനാ സാർ വെയിറ്റ് ചെയ്തത്? സാർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ ചികിത്സ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിന്നെ വേദന അനുഭവിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ എം എ സാഡിസ്റ്റ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പ്രൈവറ്റ് തീഫ് എന്നാണ്. അതിന് ഉത്തരവാദി നീയാണ്. പ്രൈവറ്റ് ഡോങ്കി എന്ന് വിളിക്കുന്നതാണ് ഏറെ ഭംഗി. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഡോക്ടർ സാറിന് 25,000 രൂപ വേണ്ടേ? വേണ്ടേ ഡോക്ടർ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. പൂർ ബോയ്ക്കോ? എനിക്ക് അങ്ങോട്ട് തരാനില്ല, വെറുതെ വിട്ടാ മതിയായിരുന്നു. ഏതായാലും പൗലോച്ചാനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്. താങ്ക് യു. എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 25,000 രൂപ പോയിട്ട് 25 പൈസ പോലും ഈ നക്കേട് തരില്ലടേ. 25,000 അല്ല, അതിന്റെ 10 ആയിട്ട് തരാം. എന്നാ തന്നാട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷെ ജോലി ചെയ്യണം. എന്തോന്ന് ജ്വാലി? പറയാ, ഇവിടെ സെന്റ് തെരേസസ് കോൺവെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാമോ? അറിയാം. അവിടെ അന്ന എന്നു പേരുള്ള ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അറിയാം, നല്ല വെളുത്ത സുന്ദരി കുട്ടി. അതേടോ? നല്ല shape ഉം. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാനന്ന് പെട്ടിയടിച്ച് മാറ്റിയ പെണ്ണ്. അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ബന്ധപ്പെടണം. ആ പെണ്ണുമായിട്ടോ? പൗലോച്ചിന്റെ മകൾ അമ്മയാകാൻ പോകും. അയ്യോ, സത്യമായിട്ട് അതെന്റെ കുഴപ്പം കൊണ്ടല്ല. അവൾ മണവാട്ടിയാകാൻ പോകും. കുഴപ്പം വല്ലതും സംഭവിച്ചു പോയെങ്കിൽ വേഗം മണവാട്ടി ആക്കണം. പിന്നെ പ്രശ്നമില്ലല്ലോ. താങ്ങരുത്. അവളെ മണവാട്ടിയാക്കാനോ? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? കോടീശ്വരനായ ഈ പൗലോച്ചന്റെ ഏക മകൾ അന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പോകുന്നു. എന്താന്ന് വെച്ചാ തെളിച്ച് പറയൂ. തെൻട്രി അല്ല എൻട്രി. അവൾ കന്യാസ്ത്രീയാകാൻ പോകുന്നു. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. നൊമ്പരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം.
ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും അന്ന പിന്മാറുന്നില്ല. ഇനി എന്റെ ഐഡിയയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സെക്സ് വഴി അവളെ വളയ്ക്കുക. അവളെ അനുരാഗ വിവശയാക്കി സമനില തെറ്റിക്കണം. എനിക്ക് കർത്താവിന്റെ മണവാട്ടി ആകണ്ടേ, എനിക്ക് ഭർത്താവിന്റെ മണവാട്ടി ആയാ മതിയേ എന്ന് അവളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. അതേ ഉള്ളൊരു വഴി. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളല്ല, ഇവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമെന്ന് ഉറപ്പാ. അത്രയ്ക്ക് തരികിടയവൻ. അപ്പൊ തരികിടക്കാരെ കൊണ്ടാണോ അച്ചായ മോളെ പ്രേമിപ്പിക്കാൻ പോണത്? ഇതിലും നല്ലത് ഉടളങ്ങാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ അച്ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. ഇതൊരു അഭിനയമാണ്. അഭിനയം കാര്യമായാൽ ആരായാലും മരണം നിശ്ചയമാണ്. ചാൾസ് എന്ത് പറയുന്നു? ഞാനൊന്നുമില്ല. മടത്ത് ചേരാൻ വന്ന പെണ്ണിനെ വളച്ച് പുറത്തടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ പാപമാണ്. അല്ലെങ്കിൽ നീ അങ്ങ് തുറക്കത്തി പോകാൻ പോവാ. എത്ര ലക്ഷം രൂപ തരും? ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എത്ര ലക്ഷം വേണം? 2 ലക്ഷം. അല്ല, 3 ലക്ഷം. അയ്യോ എന്റെ പൊന്ന് ചാൾസേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സമ്മതിക്കേ, നമുക്കൊന്ന് പൈറ്റ് നോക്കാവിടാ. ചാൾസ്, നീ വിചാരിച്ച മാത്രമേ ഇത് നടക്കൂ. ഇവൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്താന്ന് അവൾ അറിയരുത്. കാരണം എന്റെ മോളെ നിന്നെ പോലെ ഒരു തെണ്ടി വളക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. ഞാനിവിടെ സ്മോളെ കടിച്ചുള്ള മുറി കാണും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. കാറോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ തരാം. പക്ഷേ പെണ്ണ് വളഞ്ഞിരിക്കണം. ഇപ്പൊ നേരെയാണ് ഇരിക്കുന്നത്. അല്ലടോ, പ്രേമിച്ച് വളയ്ക്കണമെന്ന്. പക്ഷേ ഒടിക്കരുത്. ഇല്ല. ആ ഹെൻറി, മോളുടെ അഡ്രസ് കൊടുക്കും. വേണ്ട വേണ്ട വേണ്ട, അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ. അന്ന ഫസ്റ്റ് BA സെന്റ് തെരേസാസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അതല്ലേ? എടാ നീ പിടിക്കലാണല്ലോ. ഒരു ടോക്കൺ കൊടുത്തേ. പിടിച്ചോ. അതല്ലെന്ന്, കുറച്ച് രൂപ കൊടുത്തേ അഡ്വാൻസ്. കാശ് എന്റെ തന്നെ, കാശ് എന്റെ. താങ്ക് യു അപ്പച്ചാ. കാശ് എന്നാ ഏത് തെണ്ടിയും കയറി അപ്പച്ചാന്ന് വിളിക്കോടാ. ആ പട്ടി കഴിവുള്ള മോനെ.